everyone, hearty Onam wishes to all. Let this pandemic and lockdown should not stop our Onam celebration, imagination and creativity. Here is the celebration of Vedani Navajivan College of Education. Let's watch the video. ഓണം എപ്പോഴും നമുക്ക് സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഓണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ പൂക്കളും പൂവിളികളും എവിടെയും പച്ചിപ്പും എല്ലാവരും സന്തോഷത്തിലായിരിക്കുന്ന ഒരു കാലമാണ്. ഓണത്തിന് മുമ്പുള്ള മാസം, ചിങ്ങമാസത്തിന് മുമ്പ് വരുന്നത് കർക്കിടക മാസമാണ്. അത് മഴയുടെയും മഞ്ഞത്തിൻ്റെതും ഏകാന്തതയുമായിട്ടുള്ള ഒരു മാസമാണ്. അതിനുശേഷം വരുന്ന ചിങ്ങമാസം വളരെ കളർഫുള്ളാണ്. എവിടെയും വർണ്ണങ്ങൾ വാരി വിതറി നിൽക്കുന്ന ചെടികളും മനുഷ്യർ സന്തോഷത്തോടെ എല്ലാവർക്കും ഭക്ഷിക്കാനുള്ള വസ്തുക്കളുള്ള ഒരു സമയം. അപ്പോൾ ചിങ്ങമാസം അല്ലെങ്കിൽ ഓണാഘോഷം എപ്പോഴും നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠം നമുക്കൊരു പ്രത്യാശയുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കപ്പുറം കളർഫുള്ളായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് മുമ്പിലുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ്. അതാണ് ഓണം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠം. രണ്ടാമതായിട്ട് ഓണക്കാലത്ത് ഓണത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി മഹാബലിയാണ്. പേരിൽ തന്നെ ഒരു ബലിയുണ്ട്. ബലി എന്ന് പറയുമ്പോൾ ആത്മസമർപ്പണമാണ്. സ്വന്തം ജീവിതവും സന്തോഷവും സമാധാനവും മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ജീവിതം പ്രകാശപൂരിതമാക്കുവാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരവസരം. നമുക്കറിയാം, ഈ കൊറോണ കാലത്ത് അനേകർ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. സ്വന്തം ജീവിതവും സന്തോഷവും കുടുംബവും ഈവൻ ഈ ഓണാഘോഷം പോലും മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നു. അതൊരു പക്ഷേ ഡോക്ടർമാരാകാം, നേഴ്സുമാരാകാം, ആരോഗ്യ പ്രവർത്തകരാകാം, പോലീസുകാരാകാം, അതല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് നാം പുറത്തെടുക്കുന്ന ദുർഗന്ധം വമിക്കുന്ന കുപ്പക്കൂനുകൾ എടുത്തുകൊണ്ടുപോകുന്ന സാധാരണ ശുചീകരണ തൊഴിലാളികൾ, അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു ബലിയുടെ ആത്മസമർപ്പണത്തിൻ്റെ വലിയ ഒരു സന്ദേശം അവർ നൽകുന്നു. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നതിനർത്ഥം നമുക്ക് വേണ്ടി മറ്റനേകം പേര് അവരുടെ ജീവിതം മാറ്റിവെച്ചതിനാണ്. അതിനാൽ ഈ ഓണക്കാലത്ത് നമുക്കും ഈ ഓണത്തിൻ്റെ മഹാത്മ്യം, ബലിയുടെ മഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകുവാൻ വേണ്ടി നമുക്ക് ജീവിക്കാം. അവരനെ നമുക്ക് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാം. ബഥനി നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ബഥനിയിലെ ഓരോ അംഗങ്ങളും അവരുടെ ജീവിതം സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയല്ല, മറിച്ച് ഈ ലോകത്തിന് വേണ്ടി സമർപ്പിക്കുവാന് പരിശീലനം നേടുന്നവരാണ്. അതിനുവേണ്ടി തങ്ങളെ തന്നെ ഒരുക്കുന്നവരാണ്. ഏറ്റവും അവസാനമായി മലയാളത്തിൽ ഒരു തമാശയുണ്ട് ഓണത്തെക്കുറിച്ച് പറയുന്നത്. ഓണക്കാലത്ത് വന്നോണം, തിന്നോണം, ഒക്കോണം. എന്നാൽ ഈ കൊറോണ കാലത്തിന് അതിന് വ്യത്യസ്തമായ ഒരു മാനം നൽകുന്നുണ്ട്. വീട്ടിലിരുന്നോണം, അവിടെ ഇരുന്ന് കഴിച്ചോണം, ഇല്ലെങ്കിൽ കൊറോണം. ഇത് നൽകുന്ന പാഠം നമുക്കറിയാം. നമ്മൾ ഈ വർഷത്തെ കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുത്ത നമ്മുടെ ഒരു സ്ലോഗനുണ്ട്, സ്റ്റേ ഹോം സ്റ്റേ സേഫ്. ഭവനത്തിലായിരിക്കുക, സുരക്ഷിതരായിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മളെടുത്ത മറ്റൊരു സ്ലോഗനാണ് തിങ്ക് ഡിഫറൻറ്റ്, വ്യത്യസ്തമായി ചിന്തിക്കുക. ഈ കൊറോണ കാലത്ത് നമ്മൾ വെർച്വൽ ഓണാഘോഷം നടത്തുമ്പോൾ ബഥനിയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാ ഓണാഘോഷങ്ങളും നേരുന്നു, ഓണത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു, സന്തോഷവും ഐശ്വര്യവും നേരുന്നു. വ്യത്യസ്തമായി ചിന്തിക്കുവാനും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുവാനും നിങ്ങൾക്ക് ഇടയാകട്ടെ. സർവശക്തൻ നിങ്ങളെയും എല്ലാ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണത്തിൻ്റെ എല്ലാ ആശംസകളും മംഗളങ്ങളും നന്ദി. Prayer enlarge the heart until it contains God's gift of Himself. Now begin our celebration with prayer song.
Sunshine is a welcoming thing. It brings brightness and happiness in our life. Now here comes Benita to welcome everyone. Onam is not just a festival to cherish, but a moment to reincarnate a past of prosperity and goodness. On behalf of Bethany Navajeevan College of Education, this year we are celebrating Onam from our home. So I invite each one of you to join this auspicious occasion through this video. Pookolam is an intricate and colorful arrangement of flowers laid on the floor. Onam Pookolam is one of the attractions of Onam celebration. Without Onam Pookolam, we cannot complete Onam celebration. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, കറസ്പോണ്ടന്റ്, അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കേരളീയരുടെ ദേശീയ ഉത്സവമായ ഓണത്തെ കുറിച്ചാണ്. ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ മലയാളികൾ ജാതി വ്യത്യാസമില്ലാതെ ഈ ഉത്സവം ആഘോഷിക്കുന്നു. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണ് ഓണം. ഓണം എന്ന പേര് എങ്ങനെയാണ് കിട്ടിയത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കർക്കിടക മാസത്തിലെ മഴക്കാലത്തിന്റെയും കർഷകകളുടെയും പഞ്ഞകാലത്തിനെ കടന്ന് ആളുകൾ വിളവെടുപ്പും അതിന്റെ വ്യാപാരവും പുനരാരംഭിക്കുന്ന മാസമാണ് ശ്രാവണ മാസം. ശ്രാവണം എന്ന പേര് ലോപിച്ചാണ് ഓണം എന്ന വാക്ക് ഉണ്ടായത് എന്നാണ് കരുതപ്പെടുന്നത്. ഓണത്തെക്കുറിച്ച് ഐതിഹ്യങ്ങൾ പലതുണ്ടെങ്കിലും മലയാളികൾക്ക് ഓണം എന്നത് വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ പ്രജാവത്സരനായ മഹാബലി എന്ന രാജാവ് തന്റെ പ്രജകളെ കാണാനെത്തുന്നു എന്നതാണ്. അത്തു മുതൽ തുടങ്ങുന്ന ഓണാഘോഷം 10-ാം ദിവസം തിരുവോണനാളിൽ അത്യധികം പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു. പിന്നീട് അത് ചതയ നാൾ വരെ നീണ്ടു നിൽക്കുന്നു. ഈ ദിവസങ്ങളിൽ ചാണകം മെഴുകിയ വീട്ടുമുറ്റത്ത് ഭംഗിയുള്ള ഓണപ്പൂക്കളങ്ങൾ ഒരുക്കുന്നു. കുട്ടികളും മുതിർന്നവരും പുതുവസ്ത്രങ്ങൾ വാങ്ങുകയും വീട്ടിൽ തന്നെ സമയം ചിലവഴിക്കുകയും ചെയ്യുന്നു. കാണം വെച്ചും ഓണം ഉണ്ണണം എന്ന ചൊല്ല് മലയാളികൾ തീർത്തും അർത്ഥവത്താക്കുന്നതാണ് ഉത്രാടപ്പാച്ചി. ഓണസദ്യ ഓണത്തിന്റെ പ്രധാന ആഘോഷമാണ്. നാക്കിലയിൽ കാളൻ, ഓലൻ, പുളിശ്ശേരി, എരിശ്ശേരി, അവിയൽ, അച്ചാർ, പച്ചടി, കിച്ചടി, പപ്പടം, ചോറ്, സാമ്പാർ, പായസം, പ്രഥമൻ എന്നിവയടങ്ങിയ ഓണസദ്യ ഉണ്ടറിയണം ഓണം എന്ന ചൊല്ല് വിളിച്ചോണ്ടുന്നതാണ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വള്ളംകളി, ഓണപ്പാട്ടുകൾ, ഓണക്കളികൾ എന്നിവ. ഇങ്ങനെ മലയാളികളുടെ ഒത്തൊരുമ സ്ഥിരീകരിക്കുന്ന ഒരു നാടിന്റെ മുഴുവൻ ഉത്സവമാണ് ഓണം. പഴയ തലമുറയിൽ നിന്നും വ്യത്യസ്തമായി ആഘോഷ ചടങ്ങുകളിൽ വ്യത്യാസങ്ങൾ പലതും വന്നിട്ടുണ്ടാകാം. എന്നാൽ ആചാര സങ്കല്പങ്ങളിലും ഒത്തുചേരലുകളിലും ഓണം ഇന്ന് ഓണമായി തന്നെ നിലനിൽക്കുന്നു. എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നന്മ നിറഞ്ഞ ഓണം ആശംസിക്കുന്നു. നന്ദി.
Memories are timeless treasures of the heart. Here we recollect some of our moments during Onam celebration. Giving, sharing, loving and celebrating together, that's the essence of Onam. May this year Onam celebration brings more fun to you, your friends and family. Happy Onam. Thank you. Teachers and my dear students, today we celebrate Onam. As we celebrate this Onam, I think we are very unfortunate that we could not celebrate Onam together in our institutions. Over the years, the celebration of Onam was a great festivity and also an expression of prosperity. I think on this pandemic year, we don't feel the sense of prosperity, but rather we feel a sense of opportunity. Let us make this year's Onam a day of opportunity. Although we are under lockdown, we are potential beings. We are capable of doing many things even when we are suppressed. I could see from our students, although they are at home, we are doing wonderfully well in your studies. And the online exams or the periodical exams, the activities, the assemblies, everything suggests that we are more than what we think. Onam is yet another occasion for us to prove ourselves that we are more than what we think. Today, through this video, we are meeting each other. Our students are performing at home, but that performance is being edited and being telecasted today on this Onam Day. I congratulate all of you who involved in this celebration of Onam at home, and particularly the in-charge teachers who edited this video and worked behind the screen to bring out a better piece of art for all of us. I wish you all a happy Onam. May God bless you. This is the Onam that gives us opportunity to go beyond. Prosperities are possible when opportunities are used properly. God bless you and enjoy the Onam. Thank you.